നമസ്കാരം. ഒരു വിടവ് കിട്ടിയാൽ അവിടെ നുഴഞ്ഞു കയറാനുള്ള ഒരു പ്രവണത CPM-ന് എന്നുമുണ്ട്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നവരായാലും അവർ എന്ത് കുറ്റകൃത്യങ്ങളുടെ പേരിലാണോ പുറത്താക്കപ്പെട്ടായാലും CPM അവരെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മളെപ്പോഴും കണ്ടുവന്നിട്ടുള്ളത്. വയനാട് DCC ട്രഷററായ NM വിജയൻ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതിനുശേഷം 2 ദിവസം മുൻപ് അദ്ദേഹത്തിൻ്റെ മരുമകളായ പത്മജ കോൺഗ്രസിനെതിരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു. പിന്നീട് മിനിഞ്ഞാന്ന് അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇതിനുശേഷമാണ് MB ജയരാജൻ്റെ എൻട്രി. MB ജയരാജൻ വരുന്നു, ആശുപത്രിയിലെത്തി പത്മജയെ കാണുന്നു. അതിനുശേഷം അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഈ NM വിജയൻ്റെ കടബാധ്യത മുഴുവൻ CPM ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഒന്നും രണ്ടുമല്ല, 2.25 കോടി രൂപയാണ് NM വിജയൻ്റെ കടബാധ്യത. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ഒരു വിഷയത്തിലേക്ക് വരാം. സുരേഷ് ഗോപിക്ക് കൊച്ചുവേലായുധൻ എന്നൊരു വൃദ്ധൻ ഒരു നിവേദനം നൽകാൻ എത്തുന്നതും സുരേഷ് ഗോപി അത് നിരസിക്കുന്നതുമൊക്കെ റിപ്പോർട്ടർ ചാനലൊക്കെ വളരെ ഗൗരവത്തോടെ പ്രാധാന്യത്തോടെയൊക്കെ വാർത്തകൾ ചെയ്തിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന് അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വിവാദമായതോടെ അവിടെ CPM അവിടെയും രംഗത്തെത്തിയിട്ടുണ്ട്. കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ളൊരു വാഗ്ദാനമാണ് CPM മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് കൊച്ചുവേലായുധൻ ഇന്നോ ഇന്നലെയോ അല്ല തൃശ്ശൂരിൽ താമസം തുടങ്ങിയത്. അദ്ദേഹം പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. CPM-ന് അവിടെ ബ്രാഞ്ച് കമ്മിറ്റി പോലും ഉണ്ടായത് ഇന്നോ ഇന്നലെയോ അല്ല, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് കൊച്ചുവേലായുധൻ നിവേദനം കൊടുത്തതിന് ശേഷമല്ല. അതിനു മുമ്പ് തന്നെ അവിടെ CPM-ന് അവിടെ ബ്രാഞ്ച് കമ്മിറ്റിയും അവിടെ പ്രവർത്തനങ്ങളും ഒക്കെ ഉള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, ഇടതുപക്ഷ സർക്കാരാണ് കഴിഞ്ഞ 9 വർഷങ്ങളിലേറെയായി കേരളം ഭരിക്കുന്നത്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഈ സർക്കാർ അർഹതപ്പെട്ട ഒരു വീട് നൽകാത്തത് കൊണ്ടാണ് കൊച്ചുവേലായുധൻ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് നിവേദനവുമായി പോയത്. എന്തായാലും സുരേഷ് ഗോപിയുടെ ആ നടപടിയെ ഞാൻ വ്യക്തിപരമായി ന്യായീകരിക്കുന്നില്ല. കാരണം അദ്ദേഹം കാര്യം എന്താണ് എന്നെങ്കിലും കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന വൃദ്ധനോട് ചോദിക്കണമായിരുന്നു. എന്നിട്ട് അദ്ദേഹം അത് നിരസിക്കേണ്ടതാണെങ്കിൽ അത് കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. കാരണം വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഇത്തരം പാവപ്പെട്ട ആൾക്കാർ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നാലും അവരുടെ അടുത്തേക്ക് എത്തുന്നത്. സുരേഷ് ഗോപിയുടെ ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് CPM-ന് കൊച്ചുവേലായുധന് വീടുണ്ടാക്കി കൊടുക്കണമെന്നുള്ള ഒരു ചിന്തയുണ്ടായത് എന്നുള്ളതാണ് മറ്റൊരു വശം. അപ്പോൾ എവിടെയും നുഴഞ്ഞു കയറാനുള്ള ഒരു പ്രവണത CPM-ന് പണ്ടേയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. ഇനി 2.25 കോടി രൂപ NM വിജയൻ്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാമെന്ന് CPM പറയുമ്പോൾ അത് CPM-ന്റെ ഫണ്ടിൽ നിന്നാണോ കൊടുക്കുന്നത്? അത് ഒരിക്കലും ആയിരിക്കില്ല. കാരണം നാളെ മുതൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ സഖാക്കളെല്ലാം ചുവന്ന ബക്കറ്റ് കമ്മിറ്റി ഓഫീസിൽ കഴുകി കമ്മിറ്റി വെച്ചിരിക്കുന്ന ചുവന്ന ബക്കറ്റുമായി നമ്മുടെയൊക്കെ മുന്നിൽ വരും. ബക്കറ്റ് പിരിവ് തുടങ്ങും. എന്തായാലും പ്രളയത്തിന് ശേഷം കളിയാക്കൽ സഹിക്കാൻ വയ്യാതെയാണെന്ന് തോന്നുന്നു. ബക്കറ്റ് പിരിവ് ഇപ്പോൾ അങ്ങനെ കാര്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബക്കറ്റ് പിരിവുമായിട്ട് വരും. 2.25 കോടിക്ക് പകരം അതിലും ഒരുപാട് കൂടുതൽ അവർ പിരിച്ചെടുക്കും. CPM-ന്റെ പിരിവ് രീതിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ കൊച്ചുവേലായുധന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനൊന്നും CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു 10-15 ലക്ഷം രൂപ പിരിച്ചെടുക്കാനൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ഈ 2 സംഭവങ്ങളിലും ഇടപെടുന്നതിലൂടെ CPM-ന് പല നേട്ടങ്ങളാണുള്ളത്. അതായത് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്നു. BJP നേതാവായ സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ മടക്കിവിട്ട വൃദ്ധന് വീട് നിർമ്മിച്ച് നൽകുന്നു. ഇങ്ങനെ 2 കാര്യങ്ങളാണ് പൊതുവെ നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ പേരിൽ CPM-ന് നിരവധി ഗുണങ്ങളാണുള്ളത്. അതായത് ഈ നെയ്യപ്പം തിന്നാൽ 2 കാര്യം എന്ന് പറയുന്നത് പോലെ ഇഷ്ടംപോലെ പിരിച്ചെടുക്കാം. അതിലൊരു പങ്ക് എന്തായാലും ഇവർക്ക് കൊടുക്കാൻ കഴിയും. 2.25 കോടി രൂപയുടെ പിരിവാണ് NM വിജയൻ്റെ കുടുംബത്തിന് വേണ്ടി പിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്കറിയാം 2.25 കോടി രൂപ പിരിച്ചെടുക്കണമല്ലോ. പിന്നെ അതുകൊണ്ട് അവർ ആ രീതിയിലുള്ള പിരിവ് നടത്തും. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും കൈയിട്ട് വാരൽ എന്തായാലും നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ചു കൊടുക്കുമ്പോഴും ഇത് തന്നെ സംഭവിക്കും. ഇതിനു മുമ്പും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. കണ്ണൂരിലെ രക്തസാക്ഷിയായ CPM-ന്റെ തന്നെ രക്തസാക്ഷിയായ ധൻരാജിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പിരിച്ചതും ആ പണം മുക്കിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അഭിമന്യുവിന്റെ കുടുംബത്തിന് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തിയത് നമ്മൾ കണ്ടതാണ്. അഭിമന്യുവിന്റെ കുടുംബത്തിനെ കഷ്ടിച്ച് 1 കോടി രൂപയ്ക്ക് താഴെ മാത്രമാണ് ചിലവാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. കാരണം സ്ഥലം വാങ്ങി അഭിമന്യുവിന്റെ മാതാപിതാക്കൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ സഹോദരിയെ വിവാഹം കഴിപ്പിച്ചയച്ചു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേരിൽ 10 ലക്ഷം രൂപ വീതം നിക്ഷേപിച്ചു. ഇതൊക്കെ ശരി തന്നെയാണ്. അത് എങ്ങനെയൊക്കെ കൂട്ടിയും കിഴിച്ചും നോക്കിയാലും 1 കോടിയിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ CPM-ന്റെ പിരിവ് രീതി എന്താണെന്ന് നമുക്കറിയാം. കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളിൽ നിന്നും 1 കോടി രൂപ മിനിമം 1 കോടി രൂപ പിരിച്ചാൽ തന്നെ 14 കോടി രൂപയോളം പിരിക്കാം. അപ്പോൾ അതിനൊന്നും വ്യക്തമായ കണക്കില്ല. CPM ഇപ്പോൾ ഇടപെടുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. കാരണം കോൺഗ്രസിന് തള്ളിക്കളഞ്ഞ ഒരാൾക്ക് വേണ്ടി
ഒരാളുടെ കുടുംബത്തിന് വേണ്ടി CPM നിലകൊള്ളുന്നു, BJP നേതാവ് തള്ളിക്കളഞ്ഞ ഒരാൾക്ക് വേണ്ടി CPM വീട് നിർമ്മിച്ചു കൊടുക്കുന്നു എന്നുള്ള ഒരു ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ MP ജയരാജനും CPM ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും വിലപ്പോവില്ല എന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള എന്ത് ഗിമ്മിക്കുകൾ കാണിച്ചാലും അത് CPM-ന് ഗുണം ചെയ്യില്ല. പകരം അറിയാവുന്നവരൊക്കെ CPM-നെ പരിഹസിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ മനുഷ്യത്വം കാണിക്കേണ്ട പല സ്ഥലങ്ങളിലും മനുഷ്യത്വം കാണിക്കാതെ ഇത്തരം ഗ്യാപ്പുകളിൽ കയറി ഗോളടിക്കുമ്പോൾ അത് CPM പരിഹാസപാത്രമാകാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണ്.